ഒരു മകളുടെ 1-ാം മാസം അതും ഒരു സെലിബ്രേഷൻ, 2-ാം മാസം അതും ഒരു സെലിബ്രേഷൻ. എപ്പോഴാണ് ഇതൊക്കെ തുടങ്ങിയത്? ഓരോ മാസവും സെലിബ്രേറ്റ് ചെയ്യാൻ എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തുടങ്ങിയത്? ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. സ്വന്തം മക്കളെ അർജന്റീനയുടെയും മെസ്സിയുടെയൊക്കെ പേരിടുന്ന മുസ്ലിം പെൺകുട്ടികൾ അല്ലേ, ചാനലുകാരെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഫിഫയും മെസ്സിയൊക്കെ നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ നമ്മുടെ മക്കൾക്ക് പേരിടുന്ന കാലാണ്. എന്ത് കിട്ടിയാലും ശ്രദ്ധ വേണം, അത്രയുള്ളൂ. പബ്ലിസിറ്റി വേണം, ഒരു മടിയുമില്ലാതെ. പണ്ടൊക്കെ ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ മറച്ചു വച്ച് നടന്നിരുന്ന ഉമ്മമാർ ഇന്ന് ചാനലുകാരെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്തിന്? സെലിബ്രിറ്റികളായി, അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. മെസ്സിയുടെ കട്ടൗട്ടിന്റെ താഴെ പോയിട്ട് മെസ്സി എന്ന പേര് വിളിച്ചത് മുസ്ലിമീങ്ങളാണ്, വേറെ ആരുമില്ല. ഫിഫ എന്ന പേരിട്ടതും മുസ്ലിമീങ്ങളാണ്, വേറെ ആരുമില്ല. എന്നിട്ട് ആത്മാഭിമാനത്തോടെ ഒരു മടിയുമില്ലാതെ അതൊക്കെ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിപ്പോകുന്നുണ്ട്. എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കാൻ തുടങ്ങിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിൽ ഭയക്കുന്നത് മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളൊക്കെ ദരിദ്രരാകുമോ എന്നല്ല ഞാൻ ഭയക്കുന്നത്, നിങ്ങളൊക്കെ പാവങ്ങളാകുമോ എന്നല്ല ഞാൻ ഭയക്കുന്നത്. പിന്നെ ഞാൻ ഭയക്കുന്നത് എന്താണ്? നിങ്ങൾ പാവപ്പെട്ടവരായി മാറുമോ എന്നല്ല ഞാൻ ഭയക്കുന്നത്. ഞാൻ ഭയക്കുന്നത് നിങ്ങളൊക്കെ മുതലാളിമാരായി മാറുമോ എന്നാണ്, നിങ്ങളൊക്കെ വലിയ പൈസക്കാരായി മാറുമോ എന്നതാണ് എന്റെ ഭയം. ആരാ പറയുന്നത്? പരിശുദ്ധ റസൂലുള്ളാഹ്. മൽ ഫഖറ അഖ്ശാ അലൈക്കും, എന്റെ സമൂഹം ഭാവിയിൽ ദരിദ്രരായി മാറുമോ എന്ന ഭയം എനിക്കില്ല, പട്ടിണി പാവങ്ങളാകുമോ എന്നുള്ള പേടി എനിക്കില്ല. വലാകിന്നി അഖ്ശാ അൻ തുബ്സത അലൈകുമുദ് ദുനിയാ, അല്ലാഹു തആല കുന്നുകൂടിയ സമ്പാദ്യം നിങ്ങൾക്ക് തരുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. അങ്ങനെ സമ്പാദ്യങ്ങൾ കുന്നുകൂടുമ്പോഴാണ് മക്കളുടെ ഓരോ മാസവും സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓരോ മാസത്തിനും സെലിബ്രേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1-ാം മാസത്തിനൊരു സെലിബ്രേഷൻ, 2-ാം മാസത്തിനൊരു സെലിബ്രേഷൻ, 3-ാം മാസത്തിന്, 7-ാം മാസത്തിന്. വീട്ടിൽ വെറുതെ ഒരു കേക്ക് മുറിച്ചുള്ള സെലിബ്രേഷൻ അല്ല, സമ്പത്ത് ചെലവഴിച്ചിട്ടുള്ള സെലിബ്രേഷൻ. 10,000ങ്ങൾ പൊടിപിടിച്ചുള്ള സെലിബ്രേഷൻ ഓരോ മാസത്തിലും. സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കിട്ടാനും വ്യൂവേഴ്സ് ഉണ്ടാവാനും ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും പേജുകൾ ഫോളോ ചെയ്യാനും വേണ്ടി ഈ തോന്നിവാസങ്ങൾ നിരന്തരമായി ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണത്? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സമ്പത്ത് കുന്നുകൂടുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. മറന്നല്ല, സമ്പത്ത് കുന്നുകൂടുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. അങ്ങനെ സമ്പത്ത് കുന്നുകൂടിയാലോ ഫതനാഫസുഹാ കമാ തനാഫസുഹാ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ സമ്പത്തിന് വേണ്ടി മത്സരിച്ചതുപോലെ എന്റെ സമുദായവും സമ്പത്തിന് വേണ്ടി മത്സരിക്കുമോ, ദുനിയാവിന് വേണ്ടി മത്സരിക്കുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ എന്റെ സമുദായവും ദുനിയാവിന് വേണ്ടി മത്സരിക്കുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്.